ഇന്ന് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത് ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി ആയിട്ട് നമുക്ക് വന്നേക്കുന്നത് ബീറ്റാണ്. പക്ഷേ ഇത് എല്ലാ വണ്ടികൾക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം ഞാൻ ഒരു സ്റ്റെപ്പ് ഡയഗ്നോസിസ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിംഗ് ഡിലേ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് നേരം ക്രാങ്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ സെൽഫ് പിടിച്ച് വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അതാണ് ഇവൻ്റെ ഒരു പ്രശ്നം. അപ്പം ഇതെങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യും, എങ്ങനെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് എങ്ങനെ കണ്ടെത്തും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഡയഗ്നോസിസ് എന്ന് പറയുന്ന സംഭവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ സിംറ്റംസ് മനസ്സിലാക്കി, അതായത് നമുക്ക് ഇതിനകത്തൊരു 5-6 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് വണ്ടിയുടെ ഫൈനൽ കംപ്ലൈൻറ്റ് എന്തായിരുന്നു എന്നുള്ള പിടി കൂടിയിട്ട് അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് അടുത്ത പ്രശ്നങ്ങളിലേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇതൊരു 5 സ്റ്റെപ്പിൽ തീരുന്ന ഒരു പരിപാടിയാണ്. അതായത് ഗ്യാദർ ദ ഇൻഫർമേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനകത്ത് നമ്മൾ കസ്റ്റമറോട് 2-3 വട്ടം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വണ്ടിയുടെ കംപ്ലൈൻറ്റ് ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ സിറ്റുവേഷനിലാണ് അവർ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ചോദിച്ച് മനസ്സിലാക്കുക. അനലൈസ് ദ എവിഡൻസ്, അതായത് കസ്റ്റമർ പറയുന്ന കൺസേൺ ശരിക്കും ഇതിനകത്തുണ്ടോ ഇല്ലയോ നമ്മൾ വീണ്ടും അത് റീചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റ് ദ ഫോൾട്ട് എവിടെയാണ്, എങ്ങനെയാണ് ഈ കിട്ടിയേക്കുന്ന അറിവനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. റെക്ടിഫൈ ദ ഫോൾട്ട്. നമുക്ക് ഈ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ഈ ഫോൾട്ട് എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, ആ സംഗതി നമ്മൾ റെക്ടിഫൈ ചെയ്യുക. റെക്ടിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും റീചെക്ക് ദ കൺസേൺ. ഈ ഒരു 5 സ്റ്റെപ്പാണ് നമ്മളെ ഏതൊരു വണ്ടിയുടെ എങ്ങനെയുള്ള ഒരു ഫോൾട്ടും കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത്. ഇത് ഏത് രീതിയിലും വേണ്ടി എടുക്കാം. ഇതിപ്പം ജർമ്മൻ വണ്ടികൾ അല്ലെങ്കിൽ ബ്രിട്ടൻ വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നേരെ മറിച്ച് ഇപ്പം ജാപ്പനീസ് വണ്ടികളാണെങ്കിൽ 5S ആയിരിക്കും അവരിതിനകത്ത് കൂടുതൽ കൺസേൺ ചെയ്യുക. അപ്പം അതിനകത്ത് സിരി, സീസോ, സീറ്റോൺ, സിക്കേറ്റ്സു, സിറ്റ്സുക്കി എന്ന് പറഞ്ഞ 5 കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ 5 സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്താൽ ഫോളോ ചെയ്തുകൊണ്ട് നമുക്കൊരു കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് വണ്ടി കംപ്ലൈൻറ്റുകൾ റെക്ടിഫൈ ചെയ്ത് വണ്ടി പ്രോപ്പർ ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ക്വാളിറ്റി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ജാപ്പനീസ് മാനുഫാക്ചേഴ്സ് വിശ്വസിക്കുന്നത്, ടൊയോറ്റ പോലുള്ള മാനുഫാക്ചേഴ്സ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു വണ്ടിയുടെ കേസിൽ ഇതേപോലെ നമ്മളിപ്പം ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഗ്യാദർ ദ എവിഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ വിളിച്ച് ആദ്യം നമുക്ക് ചോദിച്ച് നോക്കാം എന്തായിരുന്നു പ്രശ്നം, എങ്ങനെയൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് നോക്കാം. ലൈവായിട്ട് തന്നെ ഈ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോബ് കാർഡ് ഇട്ടതിനകത്ത് നമ്മൾ കസ്റ്റമറിൻ്റെ നമ്പർ എടുത്തിട്ട് കസ്റ്റമറിനെ വിളിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതൊരു പ്രൊസീജിയറായിട്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ, ഒരു ചെറിയ ട്രാൻസ്പെറൻസി മാത്രം കാണിക്കുന്നതേ ഉള്ളൂ. ഇതാരും വേറെ രീതിയിൽ എടുക്കണ്ട. അപ്പോൾ നമുക്ക് കസ്റ്റമർ ചോദിച്ച് നോക്കാം. ഹലോ അമൽ ബ്രോ. ഞാൻ വർക്ക്ഷോപ്പിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ബീറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നേ. അപ്പോൾ ഇന്നലെയൊക്കെ ഓഫായിരുന്നു, അപ്പോൾ ഇന്നാണ് ഒന്ന് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വണ്ടി ചെക്ക് ചെയ്യാനായിട്ടേ. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ടാണ് ഞാൻ വിളിച്ചത്. നമ്മൾ വണ്ടി എടുത്തിട്ട് എത്ര കാലമായിട്ടുണ്ട്? വണ്ടി എടുത്തിട്ട് ഒരു 2 വർഷമായി. ഓക്കെ, ഈ ഒരു സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വണ്ടി കാണിച്ചു തുടങ്ങിയത് എപ്പം മുതലാണ്? സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ട് ഒരു 6-7 മാസമാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഈ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ സിംറ്റംസ് എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ ക്ലിയർ ആയില്ല. ഫസ്റ്റ് ടൈമിൽ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുമ്പോഴത്തേക്ക് വണ്ടി എന്തൊക്കെ ഒരു സിംറ്റംസ് ആണ് കാണിച്ചത്? സ്റ്റാർട്ടിങ് ട്രബിൾ അന്നെന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് അടിച്ചാൽ സ്റ്റാർട്ട് ആവില്ലായിരുന്നു, ഒരു സ്ലോ ആയിട്ട് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കത്തേ ഉള്ളായിരുന്നു. ഒരു മൂന്നാമതൊക്കെ ഓഫ് ചെയ്തിട്ട് മൂന്നാമത്തെ അടിയിലൊക്കെ സ്റ്റാർട്ട് ആവുമായിരുന്നു. അപ്പോൾ ഈ സൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ സെൽഫ് എടുക്കുന്ന സൗണ്ടാണോ ഉദ്ദേശിച്ചത്? സെൽഫ് എടുക്കുന്ന സൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. സെൽഫ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ആ സൗണ്ട് കേട്ടോണ്ടിരിക്കും പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു. അത് അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് വീണ്ടും കുറച്ചു നേരം കഴിഞ്ഞ് ലോക്ക് ആക്കി അങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്നാമത് പ്രാവശ്യമൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ആവുമായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്തൊക്കെ ചെയ്തു? വണ്ടിയുടെ ഫോൾട്ട് നമുക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു? ഫോൾട്ട് മാറ്റാനായിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഈ പമ്പ് മാറണമെന്ന് പറഞ്ഞു. ഓക്കെ, അതിന് മുന്നേ ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ വന്നു തുടങ്ങിയ സമയത്ത് ടർബോ മാറിയായിരുന്നു. ടർബോ മാറ്റിയായിരുന്നു? ടർബോ മാറ്റി. അവരന്ന് ടർബോ പോയെന്നും ഉള്ള ഇതാ പറഞ്ഞു. അങ്ങനെ ടർബോ പുതിയത് തന്നെ ഷോറൂമിൽ കൊണ്ടുപോയി തന്നെയാണ് വെച്ചത്. ഓക്കെ, അതിലിരുന്ന ആ മോഡല് ടർബോ ആ ബ്രാൻഡിന്റെ അത് തന്നെയാണ് വെച്ചത്. ഓക്കെ, അപ്പോൾ ഈ ടർബോ മാറ്റിയിട്ട് നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് കംപ്ലൈന്റ് റെഡി ആയി? ടർബോ മാറ്റി കുറച്ച് നാളത്തേക്ക് ഇല്ലായിരുന്നു, പിന്നീട് വീണ്ടും
ഇങ്ങനെ ആയി. പിന്നീട് വീണ്ടും ഇങ്ങനെ അപ്പൊ നമ്മൾ സംഭവം വണ്ടി റെഗുലർ ആയിട്ട് ഓടുന്നില്ലായിരുന്നു. ഓക്കെ ഞായറാഴ്ച വല്ല ഒരു ദിവസം അങ്ങനെ എടുക്കത്തേ ഉള്ളായിരുന്നു. വേറെ ആരെങ്കിലും കൊണ്ടുപോകത്തില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വണ്ടിയുടെ ബാറ്ററിയോ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും നേരത്തെ ചെക്ക് ചെയ്തിരുന്നോ? ബാറ്ററി ഇതിനിടയ്ക്ക് ബാറ്ററി പുതിയത് മാറണം, ബാറ്ററിയുടെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാൽ ബാറ്ററി മാറിയായിരുന്നു. മാറി. അപ്പോൾ ഏത് ഇയറിലാണ് നമ്മൾ ബാറ്ററി മാറിയത്? ഒരു 1 year ഒക്കെ ആവുള്ളൂ ഇപ്പൊ. 1 year ആയിട്ടേ ഉള്ളൂ അല്ലേ? അതെ അപ്പോൾ ഓൾമോസ്റ്റ് പുതിയ ബാറ്ററി തന്നെയാണ്. അതെ. ഓക്കെ ഓക്കെ. വേറെ സ്റ്റാർട്ടിംഗ് മോട്ടറോ സെൽഫോ? ബാറ്ററി മാത്രമേ നമ്മൾ ഇതിൽ മാറിയിട്ടുള്ളൂ. പിന്നെ അല്ലാതെ ഓയിലുകൾ മാറി. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഓയിൽ മാറിയിട്ടും ഒരു 2 മാസേ ആവത്തുള്ളൂ. പക്ഷെ നമ്മൾ വന്നിട്ട് വണ്ടി ഓടിയിട്ടില്ല. പക്ഷെ അവരിപ്പോ ഷോറൂമിൽ ഞാൻ ഇപ്പൊ ലാസ്റ്റ് കൊണ്ടുപോയപ്പോ പറഞ്ഞെന്ന് വെച്ചാൽ ഈ കംപ്രസറോ എന്തോ സംഭവം വീക്കാണ്. അപ്പൊ അത് എൻജിൻ പണിയുടെ ഒരു ഇതായിട്ടാണ് അങ്ങനെ ഒരു സിംറ്റംസ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പം പമ്പിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് ഇത് സ്റ്റാർട്ടിംഗ് ട്രബിൾ കാണിക്കുന്നത്. ഞാൻ പമ്പ് മാറാൻ പറയുന്നത് പറഞ്ഞാൽ പമ്പ് മാറിയ ഈ എഞ്ചിന്റെ ഒരു വിഷയം കിടക്കുന്നുണ്ട്, പമ്പ് വീണ്ടും പോകും. അപ്പം അതിന് ഗ്യാരണ്ടി ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. അങ്ങനെ പിന്നെ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ വണ്ടി ഞാൻ എങ്ങും കാണിച്ചില്ല, വീട്ടിൽ തന്നെ ഇട്ടേക്കുമായിരുന്നു. ഓക്കെ 3 മാസത്തോളം വണ്ടി എടുക്കാതെ തന്നെ ഇട്ടേക്കുമായിരുന്നു. ഓക്കെ ഓക്കെ. എത്ര മാസത്തോളം നമ്മൾ എടുക്കാണ്ടിരുന്നു വണ്ടി? 3 മാസം. ഓക്കെ, 3 മാസത്തോളം നമ്മൾ എടുക്കാണ്ടിരുന്നു. ജനുവരിയിലാണെങ്കിൽ ചേട്ടനെ വിളിക്കുന്ന അറിയട്ടെ. അതിനുശേഷം എനിക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ചേട്ടനെ കാണാൻ വരുന്നതിൽ അന്നാണ് വണ്ടി നമ്മൾ തള്ളി സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ട് അങ്ങ് വരെ വണ്ടി വരുന്നവരെ ഇടയ്ക്ക് എങ്ങും ഒരു കംപ്ലൈന്റ് ഒരു കംപ്ലൈന്റ് ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല വണ്ടി റണ്ണിങ്. ഓക്കെ ഓക്കെ. ഓടി കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി പക്ക പെർഫോമൻസ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെ, വേറെ ഒരു കുഴപ്പമില്ല. ഓടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുള്ളിങ് കുറവോ അല്ലെങ്കിൽ ഒരു വിഷയം തോന്നുന്നില്ല. ഓക്കെ. മൈലേജ് ഒക്കെ ഓക്കെയാണ്? ആ മൈലേജ് ഒക്കെ ഓക്കെയാണ്. നമ്മൾ കൊല്ലം പരവൂരിന്നാണ് വന്നത്. അതിൻ്റെയൊക്കെ എണ്ണ അടിച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ മൈലേജ് സൈഡ് ഓക്കെ, വണ്ടി പെർഫോമൻസ് ഓക്കെയാണ്. പക്ഷെ വണ്ടി സ്റ്റാർട്ടിംഗ് ആണ് മെയിൻ പ്രശ്നം. അതെ. പിന്നെ ഇപ്പൊ നമ്മൾ ഈ 3 മാസം എടുക്കാനായിട്ട് ഇപ്പൊ എടുത്തപ്പോഴാണ് വണ്ടി നല്ല വെള്ള പുക വരുന്നതായിട്ട് കാണിക്കുന്നത്. വെള്ളപ്പുക പറയുന്നത് വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലൊന്നും പുക വരത്തില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു 2-10 സെക്കൻഡിലൊക്കെ ആ പുക വരുള്ളൂ. പിന്നെ വണ്ടി റണ്ണിങ്ങിൽ പുക വരത്തില്ലായിരുന്നു. ഓക്കെ. ഇപ്പൊ റണ്ണിങ്ങിൽ നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് പുക വരുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ആ ഒരു കാര്യം ഞാനും നോട്ടീസ് ചെയ്തു. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നല്ലോണം വൈറ്റ് സ്മോക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വൈറ്റ് സ്മോക്ക് വേറൊരു പ്രശ്നവും വണ്ടിയുടെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വേറൊരു പ്രശ്നമാണ്. രണ്ടാണ് കേട്ടോ. അതെ അതെ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമേ പ്രൈമറി ആയിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മാറ്റാനുള്ള പരിപാടി നോക്കാം. അത് നോക്കിയിട്ട് പിന്നെ ഇതിൻ്റെ സ്മോക്കിൻ്റെ കാര്യം ഞാൻ എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഫർദർ പറയാം. അപ്പോൾ നാളെ സൺഡേ ആണ്, ഓഫാണ്. തിങ്കളാഴ്ച വൈകുന്നേരത്തേക്ക് ഞാൻ വീണ്ടും വിളിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രോഡ് അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ ചാനലിനകത്ത് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കസ്റ്റമറിനോട് പരമാവധി നമ്മൾ കാര്യങ്ങൾ ഗ്യാദർ ചെയ്തു. അതായത് നമ്മൾ കസ്റ്റമറോട് ചോദിച്ച് മനസ്സിലാക്കി എപ്പം എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കംപ്ലയിൻറ്റ്സ് കസ്റ്റമറിന് കിട്ടിയിരിക്കുന്നത്. അത് പരമാവധി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി. കസ്റ്റമറിന് ഏതൊക്കെ ഒരു ക്രൈറ്റീരിയ വരുമ്പോഴാണ്, ഏതൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കാണ് ഈ ഒരു സിംറ്റംസ് വണ്ടി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സിംറ്റംസ് ശരിക്കും വണ്ടിയിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഗ്യാദർ ദ എവിഡൻസ്, ഫസ്റ്റ് ഗ്യാദർ ദ എവിഡൻസ്, ഇനി അനലൈസ് ദ എവിഡൻസ്. അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യുക ഈ ഫോൾട്ട് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മളത് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പം ബാക്കിലത്തെ ക്യാമറ ഓണാക്കാം. കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് വണ്ടിയിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളിപ്പം ഹീറ്റ് എടുത്തൊന്നിരുന്നാലും ഒന്നും കൂടി ഞാൻ ഹീറ്റ് എടുത്ത് നോക്കാം. ഹീറ്റ് എടുത്തു. ഇനി നമുക്ക് സെൽഫ് ചെയ്ത് നോക്കാം എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എഴഞ്ഞ് ഇങ്ങനെ സെൽഫ് എടുക്കുന്നതല്ലാണ്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചേക്കുന്നത്. വണ്ടി എഴഞ്ഞ് സെൽഫ് എടുക്കുന്നുണ്ട്, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് നോക്കുക, അല്ലെങ്കിൽ ബാറ്ററിയുടെ നമുക്ക് ഗ്രാവിറ്റി നോക്കുക, പിന്നെ എന്താ ക്രാങ്കിങ് ആംബിയർ ചെക്ക് ചെയ്യുക. 3 കാര്യങ്ങൾ. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ. ഇനി നമുക്ക് എന്താ ലൊക്കേറ്റ് ദ ഫോൾട്ട്. അപ്പോൾ നമുക്ക് ലൊക്കേറ്റ് ദ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറേ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മളിവിടെ എന്താ ബാറ്ററി ടെസ്റ്റർ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ബാറ്ററി ടെസ്റ്റർ കണക്ട് ചെയ്യുകയാണ്.
എങ്ങനെയുണ്ട് ബാറ്ററിയുടെ ഒരു അവസ്ഥ. കാരണം പുള്ളിക്കാരൻ പറയുന്നതനുസരിച്ച് ഒരു വർഷത്തിലധികം പഴക്കമില്ലാത്ത ബാറ്ററി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാറ്ററി ഗുഡായിട്ട് കാണിക്കണം. ഓക്കെ, ഇതാ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നിലവിൽ ബാറ്ററിയുടെ ഒരു അവസ്ഥ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ എന്താ മീഡിയം റേഞ്ചാണ്, മീഡിയം ലെവലിലാണ് ബാറ്ററിയുടെ അവസ്ഥ കാണിക്കുന്നത്. ഓക്കെ, നമുക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഗുഡ് നോൺ ആയിട്ടുള്ള ഒരു ബാറ്ററി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഗുഡ് കാണിക്കണം, ഗ്രീൻ പറഞ്ഞത്. ഇപ്പോൾ ഇത് ആംബറാണ്, റെഡ് ആയാലും തീരെ ഡെഡാണ്, ആംബറാണ്. ആംബറാണെന്ന് വെച്ചാൽ ആവറേജ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെപ്പ് ഡയഗ്നോസിസ് എന്നുള്ള കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നിസ്സാര കാര്യമാണ്, പക്ഷേ അതിനു വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ എൻ്റെ കൂടെ തന്നെ തുടരണം എൻഡ് വരെ. കാരണം എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, 100 110% ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ബാറ്ററി ടെസ്റ്റിൽ കാണിക്കുന്നത് എന്താ? മീഡിയം റേഞ്ച് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഗുഡ് നോൺ ആയിട്ടുള്ള ഒരു ബാറ്ററി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഗുഡ് നോൺ ആയിട്ടുള്ള ഒരു ബാറ്ററി വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ക്ലിയർ ആകുന്നില്ല എങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മോട്ടർ, അല്ല എങ്കിൽ സെൽഫ് മോട്ടറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാത്രമേ വേറെ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. പിന്നെ ഇത്രയുമായ സ്ഥിതിക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ഫോൾട്ട് കോഡ് റീഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കാരണം എഞ്ചിൻ ലാമ്പ് കത്തുന്നുണ്ടെന്ന് ഉള്ളൊരു കാര്യം ഞാൻ വണ്ടി സെൽഫ് ചെയ്യാൻ നേരത്തെ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് കാണിക്കുന്ന എറർ കോഡ്സ് എന്താണ് എന്നുള്ളത് ഒന്ന് സേവ് ചെയ്യാം. മാത്രമല്ല സ്കാൻ ചെയ്യുന്ന സമയത്ത് ക്രാങ്കിങ് സ്പീഡ് എത്രയുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി ഇവിടെ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് 12.39 വോൾട്ട്സ് ആണ് കാണിക്കുന്നത്. ശരിക്കും ഇത് 12.50 വോൾട്ട് എങ്കിലും മിനിമം വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം 12.39 12.40 കാണിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഗുഡ് നോൺ ബാറ്ററി വെച്ചിട്ട് വണ്ടിയുടെ ക്രാങ്കിങ് സ്പീഡ് എങ്ങനെയുണ്ടെന്നുള്ളത് സ്കാൻ ടൂൾ വെച്ച് ചെക്ക് ചെയ്യുക. മാത്രമല്ല സ്കാൻ ടൂൾ വെച്ച് അതിൻ്റെ വേറെ എന്തെങ്കിലും ട്രബിൾ കോഡ്സ് ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ട്രബിൾ കോഡ്സ് ചെക്ക് ചെയ്യാം, ക്രാങ്കിങ് സ്പീഡ്, റെയിൽ പ്രഷർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കാശ് നമ്മളിവിടെ ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബാറ്ററി ടെസ്റ്ററും കൊണ്ട് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ കാണേണ്ടത് ഇവിടെ ആംബർ ലൈറ്റ് മാത്രമായിരുന്നു. ഇപ്പം നമുക്കിവിടെ ഗ്രീൻ ലൈറ്റ് അല്ലെങ്കിൽ ഗുഡ് ലൈറ്റ്, ഞാൻ ഇച്ചിരി ക്ലോസ് ആക്കി കാണിച്ചു തരാം. ഗുഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫുൾ എന്നുള്ള ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് മീൻസ് ബാറ്ററി ചാർജ്ഡാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വോൾട്ടേജ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് മിനിമം വേണ്ട വോൾട്ടേജ് 12.5 വോൾട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 12.58 12.58 വോൾട്ടേജാണ്. നമുക്ക് 57 വോൾട്ടേജാണ് കാണുന്നത്. വിച്ച് മീൻസ് ദ ബാറ്ററി ഈസ് ഗുഡ്. നമുക്ക് ബാറ്ററി ഗുഡാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇത് ക്രാങ്ക് ചെയ്ത് നോക്കാം, അതേപോലെ സ്കാൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വണ്ടി ക്രാങ്കിങ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. പഴയ ബാറ്ററി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രാങ്കിങ് നോക്കാം. ക്രാങ്കിങ് മെച്ചമുണ്ട് എന്ന് പറയാം, പക്ഷേ വീണ്ടും അത് ഇഴഞ്ഞുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. ചെറിയ രീതിയിൽ മാറ്റമുണ്ട്, പക്ഷേ എന്തോ ഒരു ഇഴച്ചിൽ ഇതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്താ? സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് ട്രബിൾ കോഡ്സ് എന്താണ് കിട്ടുന്നതെന്ന് നോക്കുക. ട്രബിൾ കോഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, അല്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് മോട്ടർ ഒന്ന് അഴിച്ച് നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, മാനുവലാണ്. ട്രബിൾ കോഡ്സ് DTC ഡിസ്പ്ലേ. ഓക്കെ, manifold absolute pressure, barometric pressure not plausible, പാസ്റ്റ് ആൻഡ് ഫെയിൽഡ്. പിന്നെ രണ്ടാമത് വീണ്ടും പാസ്റ്റ് P0069 ആണ് കാണിക്കുന്നത്. ഇത് പ്രോബബ്ലി ECUക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പിന്നെ കാണിക്കുന്നത് ഗ്ലോ പ്ലഗ് കൺട്രോൾ സർക്യൂട്ട് മാൽഫങ്ഷൻ നമ്പർ 1, ഗ്ലോ പ്ലഗ് സർക്യൂട്ട് കൺട്രോൾ മാൽഫങ്ഷൻ നമ്പർ 2, നമ്പർ 3. അതായത് 3 ഗ്ലോ പ്ലഗ്സും ഉണ്ട്. അതായത് അതിനകത്ത് ഫെയിൽഡ് കാണിക്കുന്നുണ്ട്. അടുത്ത ദിസ് ഇഗ്നിഷൻ സൈക്കിൾ വീണ്ടും ഫെയിൽ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ദിസ് ഇഗ്നിഷൻ സൈക്കിൾ വീണ്ടും ഫെയിൽ കാണിക്കുന്നുണ്ട്. തേർഡിനകത്ത് ലാസ്റ്റ് ടെസ്റ്റ് ഫെയിൽഡ് കാണിക്കുന്നുണ്ട്. ദിസ് ഇഗ്നിഷൻ സൈക്കിൾ വീണ്ടും ഫെയിൽഡ് കാണിക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് ഗ്ലോ പ്ലഗ് 3 അടിച്ചു പോയി. അപ്പോൾ ഈ 3 ഗ്ലോ പ്ലഗ് മാറ്റണം. ഓക്കെ, ഈ 3 ഗ്ലോ പ്ലഗ് മാറ്റണം.
ബാരോമെട്രിക് പ്രഷറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഡിലീറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എറർ കോഡ്സ് ഇറേസ് ചെയ്യുക എന്നുള്ളതാണ്. ആ എറർ കോഡ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റീചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കാം. DTC ഡിസ്പ്ലേ അഗെയിൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, നോ ഫോൾട്ട്സ് ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈവ് ഡാറ്റാസിൽ എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് ഇപ്പം ഡൗട്ട് തോന്നിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ബാരോമെട്രിക് സെൻസർ P0069 എന്നുള്ളൊരു കോഡ് വന്നു. അത് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് നമുക്ക് എൻജിൻ കൺട്രോൾ ചെയ്യുന്ന ECUവിനെ ഒന്ന് ചെക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ബാരോമെട്രിക് പ്രഷർ സെൻസർ 14.65 ഇത് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കണം. ഈ സംഗതി 14 അബോവ് കാണിക്കണം. ഓക്കെ, പിന്നെ ബൂസ്റ്റ് പ്രഷർ സെൻസർ അത് നമ്മൾ തപ്പി നോക്കണം എവിടെയാണ്. ബൂസ്റ്റ് പ്രഷർ സെൻസർ അത് അപ്രോക്സ് 14.5 ഇപ്പം നിലവിൽ ഐഡ്ലിങ്ങിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സംഗതി നമുക്ക് ക്രാങ്കിങ്ങിൽ കറക്റ്റായിട്ട് കിട്ടണം. ബൂസ്റ്റ് പ്രഷർ സെൻസർ എന്നുള്ള സംഭവവും ബാരോമെട്രിക് പ്രഷർ സെൻസർ എന്നുള്ള സംഭവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. ഇത് 14.5 ബിലോ 14.20 പോകരുത് എന്നുള്ളതാണ്. അത് 13 വരാൻ പാടില്ല, 13.90 ഒന്നും വരാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ കാര്യത്തിൽ ഇവൻ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം പ്രോബബ്ലി ഇതിൻ്റെ 3 ഹീറ്റർ പ്ലഗും സ്റ്റാർട്ടിംഗ് മോട്ടർ നമ്മളൊന്ന് അഴിച്ച് നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഇത്രയും നമ്മൾ ക്രാങ്ക് ചെയ്ത് നോക്കി. പ്ലസ് നമുക്ക് ഇതിൻ്റെ എൻജിൻ സ്പീഡ് ഇതാണ് എൻജിൻ സ്പീഡ്. ഈ സംഭവം കൂടി ഒന്ന് നമുക്ക് ക്രാങ്ക് ചെയ്ത് നോക്കാം. എത്ര കിട്ടുന്നുണ്ട്? 200 അബോവ് കിട്ടേണ്ട കേസാണ്. എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റെയിൽ പ്രഷറും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, ഇതിൻ്റെ റെയിൽ പ്രഷർ എവിടെയാണ്? ഫ്യൂൽ റെയിൽ പ്രഷർ സെൻസർ, ഫ്യൂൽ ടെമ്പറേച്ചർ, ഇതുണ്ട് ഫ്യൂൽ റെയിൽ പ്രഷർ സെൻസർ. ഓക്കെ, എത്ര ബാറുണ്ട് എന്നുള്ളത് നോക്കാം, എത്ര PSI ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്രോക്സ് 3480, 3000 പ്ലസ് നമുക്ക് എന്തായാലും കിട്ടണം ക്രാങ്കിങ്ങിൽ. ഓക്കെ, അപ്പോൾ അത്ര സംഗതി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതാണ്. ഓക്കെ, ബാരോമെട്രിക്ക്, ഫ്യൂൽ റെയിൽ പ്രഷർ സെൻസർ, എൻജിൻ സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ബൂസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ഓക്കെ, നമുക്കിനി ജസ്റ്റ് ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. നമുക്കാണ് ഇഞ്ചിൻ സ്പീഡ് 200 അബോവ് കിടക്കാൻ സ്ട്രഗിൾ ചെയ്യുക. ഇഞ്ചിൻ സ്പീഡ് 170, 180, 85 അങ്ങനെ കിടന്നങ്ങ് ഫ്ലക്ച്വേറ്റ് ചെയ്യുക. ഫ്യൂൽ റെയിൽ കയറുന്നുണ്ട്, പക്ഷേ 4000, 3000, 3500, 4000, 4200 അങ്ങനെയൊക്കെ കയറുന്നുണ്ട്. പക്ഷേ പോരാ, ഇത് പോരാ, ഈ സ്പീഡ് പോരാ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മോട്ടർ ഒന്ന് അഴിച്ച് നോക്കുക എന്നുള്ളതാണ്. ബാറ്ററി നല്ല വെച്ചിട്ടും ഇഴഞ്ഞ് എടുക്കുന്ന, ഇറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് മോട്ടർ അഴിച്ച് ചെക്ക് ചെയ്യുക, പ്ലസ് ഹീറ്റർ പ്ലഗ് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ റെമഡി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ട പരിപാടി എന്താ? മേലും ചെക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്താ? ഹീറ്റർ പ്ലഗ്. അപ്പോൾ 3 ഹീറ്റർ പ്ലഗിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് ശേഷം സ്റ്റാർട്ടിംഗ് മോട്ടർ അഴിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയേക്കുന്ന സിംറ്റംസ് അനുസരിച്ച് നമ്മൾ ലൊക്കേറ്റ് ദ ഫോൾട്ട്, അതായത് 3ാമത്തെ സ്റ്റെപ്പ് അനുസരിച്ച് നമ്മൾ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലോ പ്ലഗിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഗ്ലോ പ്ലഗ് മോഡൽ. ഇതിൽ നിന്ന് ഇത് 3 സിലിണ്ടർ എഞ്ചിനാണ്, 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. അപ്പം ഇതിൽ നിന്ന് 3 ലൈൻസ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് ഓരോന്ന് ഗ്ലോ പ്ലഗ് റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. പക്ഷേ ഇത് ഇച്ചിരി കൺജസ്റ്റഡ് ഏരിയ ആയതുകൊണ്ട് 2 പറ്റും, 1 ഇച്ചിരി പാടാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വയർ റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എളുപ്പത്തിനായിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. ബീറ്റ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഗ്ലോ പ്ലഗ് കൺട്രോൾ മോഡുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആക്സസ് കിട്ടുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എയർ ഫിൽട്ടർ അസംബ്ലി, ഇവിടുന്ന് എയർ ഫിൽട്ടർ ബോക്സ് ഫുള്ളി നമുക്ക് ഊരി മാറ്റിയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ചും കൂടിയും ഈസി ആയിട്ട് വീഡിയോയ്ക്കകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതും കൂടി റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ കാണുന്ന ഒരു ടർബോയിലേക്ക് വരുന്ന കണക്ഷൻ ഇവിടുന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ തന്നെ ഈ ബോക്സും ഈ പൈപ്പ് അടക്കം മൊത്തത്തിൽ തന്നെ ഇവിടുന്ന് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും.
ഓക്കെ, ഈ യൂസ് ജസ്റ്റ് പുള്ള് ചെയ്താൽ മതി. ഇനി വേറെ പിടുത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു മാനുവലി ഉള്ളൊരു ലോക്കാണ്. അത് പുള്ള് ചെയ്താൽ ആ സംഭവം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്ലോ പ്ലഗ് മോഡ്യൂൾ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ എയർ ഫിൽട്ടർ അസംബ്ലി ബോക്സ് മൊത്തത്തിൽ ഇങ്ങനെ തന്നെ ഊരി അങ്ങ് മാറ്റി. ഇവിടെ നമുക്ക് ഗ്ലോ പ്ലഗ് കൺട്രോൾ മോഡ്യൂൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു 3 കണക്ഷനാണ് ഹീറ്റർ പ്ലഗിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കണക്ഷൻ നമുക്കിനി ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്റർ 20 വോൾട്ട് DC ഇടുന്നു. അതിൻ്റെ പോസിറ്റീവ് നമ്മൾ റെഡ് ലീഡ് പോസിറ്റീവ് ബാറ്ററിയിലേക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ലീഡ് നമ്മൾ ഇതേപോലെ ഓരോന്നായിട്ടുള്ള കപ്ലറിലേക്ക് ടച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര വോൾട്ട് കിട്ടുന്നു എന്നുള്ളത് നോക്കാം. അപ്പം റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ബ്ലാക്ക് ലീഡ് ബാറ്ററിയുടെ നെഗറ്റീവിൽ ടച്ച് ചെയ്തുകൊണ്ട് നോക്കുക എത്ര വോൾട്ട് കിട്ടുന്നുള്ളതാണ്. 12.43 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്രോക്സ് നമുക്ക് ഈ ഒരു വോൾട്ടേജ് റേഞ്ച് തന്നെ വേണം ഈ ഒരു ലീഡ്സിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ 1 by 1 നമുക്ക് ഓരോ ലീഡിൽ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലീഡിൽ കണക്ട് ചെയ്തു. 12.43 ഉണ്ട്. അടുത്ത ലീഡ് 12.43 ഉണ്ട്. അടുത്ത ലീഡും കൂടി നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. 12.43 ഉണ്ട്. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ടെസ്റ്റാണ്. അതെങ്ങനെ ചെയ്യണം പറഞ്ഞുതരാം. അത് ചെയ്യണമെങ്കിൽ ഈ സംഭവം നമ്മൾ നെഗറ്റീവിൽ കൊണ്ട് കൊടുക്കുക. ഓക്കെ, നെഗറ്റീവ് ലീഡിലേക്ക് കൊണ്ട് കൊടുക്കുക. ഇത് ബീപ്പ് മോഡ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി മോഡിലിടുക. എന്നിട്ട് ബോഡിയിൽ ടച്ച് ചെയ്ത് നോക്കുക ബീപ്പ് ഉണ്ടോ എന്നുള്ളത്. ഇനി ഓരോ പ്ലഗിൻ്റെ കപ്ലറെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബീപ്പ് സൗണ്ട് കിട്ടണം. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഇതാ ഒരു ലീഡ് കൊടുത്തു, ബീപ്പ് സൗണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഒന്നും കാണിക്കുന്നില്ല. അടുത്തത് അടുത്ത ലീഡ് കൊടുത്തു, ബീപ്പ് സൗണ്ടാണ്, റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഇനി മൂന്നാമത്തെ ലീഡ് റെസിസ്റ്റൻസ് ഒന്നുമില്ല, അതും ബീപ്പ് സൗണ്ട് ഉണ്ട്. ഇറ്റ് മീൻസ് ഗ്ലോ പ്ലഗ് ഓക്കെയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റാവുന്നത്, സ്റ്റാർട്ടിങ് മോട്ടർ വെച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ സ്റ്റെപ്പ് എന്താ, സ്റ്റാർട്ടിങ് മോട്ടറിലേക്ക് പോകുക. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് മോട്ടർ വയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാറ്ററിയുടെ നെഗറ്റീവും കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ റിമൂവ് ചെയ്ത് സേഫാക്കി വെക്കണം. അപ്പോൾ നമ്മളത് നെഗറ്റീവ് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നു, ഇത് മാറ്റി സേഫാക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, നെഗറ്റീവ് റിമൂവ് ചെയ്തു, ഇത് മാറ്റി സേഫാക്കിയിട്ട് വെച്ചു. പിന്നെ ഇനി നമുക്ക് ഗ്ലോ പ്ലഗ് കൺട്രോൾ മോഡിൽ ഓൾറെഡി നമ്മൾ ഇവിടുന്ന് മാറ്റി വെച്ചു. ഇനി ഒരു മൗണ്ടിങ് എന്ന് വെച്ചാൽ ഏതാണ്ട് ഈ ഒരു ഏരിയയിലായിട്ടാണ് വരുന്നത്. ഇതോളം എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, ഞാൻ നോക്കാം. ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ഒരു ബോൾട്ട്, ആ ബോൾട്ട് നമ്മൾ വയ്ക്കുക. ബാക്കിയുള്ള ബോൾട്ട് അടിയിൽ, ബാക്കിയുള്ള ഒരു ബോൾട്ടും പിന്നെ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്യുക. ഓക്കെ, എന്തായാലും നേരത്തെ സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കി കൂടുതൽ പ്രൊസീജിയറിലേക്ക് പോകുന്നില്ല. നമുക്ക് സ്റ്റാർട്ടിങ് മോട്ടർ റിമൂവ് ചെയ്ത് സർവീസ് ചെയ്ത് റീഫിറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കാം. മോട്ടർ സർവീസും പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി നമുക്കിതൊന്ന് പിടിപ്പിച്ചിട്ട് വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിന് മാറ്റം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യമേ ഈ കേസ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഈ താഴത്തേക്ക് കാണുന്ന കേസ്, ഈ കേസ് മാറ്റേണ്ടി വന്നു. സെക്കൻഡ് ഹാൻഡ് അടുത്ത് കേസ് മാറ്റി. പിന്നെ ഉള്ളിലത്തെ ബ്രഷ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോയായിരുന്നു, അതൊക്കെ മാറ്റി. ആർമേച്ചറൊക്കെ ക്ലീൻ ചെയ്തിട്ടു, സോളിനോടൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഡയഗ്നോസിസിൻ്റെ ലാസ്റ്റ് ഭാഗം. നമ്മൾ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞ് ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്തായിരുന്നു, റെക്ടിഫൈ ചെയ്തിരുന്നു. സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഫോൾട്ടായിരുന്നു, ലൊക്കേറ്റ് ചെയ്തു, റെക്ടിഫൈ ചെയ്തു. ഇനി നമുക്ക് റീചെക്ക് ചെയ്യുക കൺസേൺ, അതായത് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഉണ്ടോ വീണ്ടും, അതോ അത് സോൾവ് ആയോ എന്നുള്ളത് നമ്മൾ റീചെക്ക് ചെയ്യണം.
അപ്പോൾ നമ്മളങ്ങനെ റീചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ ക്രാങ്കിങ് സ്പീഡ് മാറ്റം ഉണ്ടോയെന്നോ സ്റ്റാർട്ടിങ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്നോ ചെക്ക് ചെയ്ത് നോക്കാം. ഇഗ്നിഷൻ ഓൺ എടുത്തു, അടിച്ചു, സെൽഫ് അടിക്കുക, വണ്ടി സ്റ്റാർട്ടായി. നേരത്തെ കഴിഞ്ഞാൽ നിന്ന വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. ഇതാണ് ഡിഫറൻസ്. നമ്മൾ ഈ 5S അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡയഗ്നോസിസ് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഓക്കെ, രണ്ടാമത് റീചെക്ക് ചെയ്ത് നോക്കാം. നമ്മളൊന്നും കൂടിയും സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. റീചെക്ക് ചെയ്ത് നോക്കാം. ഓഫാക്കി ഓണാക്കിയിട്ട് സെൽഫ് എടുത്ത് നോക്ക്. സ്റ്റാർട്ടിങ് നോർമലായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലംസിലേക്ക് പോകാം, കസ്റ്റമറിൻ്റെ അടുത്ത കൺസേൺസിലേക്ക് പോകാം. വണ്ടിക്ക് വലിയ കുറവ് എന്നുള്ളൊരു കേസ്. പക്ഷേ മെയിൻലി കണ്ടെത്തിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന നമ്മുടെ വീൽ സിലിണ്ടർ സ്റ്റക്കായി പോയിട്ട് ബാക്കിലത്തെ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ പാട്. വണ്ടി എക്സസ് പവർ ലോഡ് എടുത്തുകൊണ്ട് വണ്ടി ഓടണം. 2 വീലിൻ്റെ അവസ്ഥ അതായിരുന്നു. നിസ്സാര കേസ്. നമ്മൾ മറ്റു പല കാര്യങ്ങൾ ചിലപ്പോൾ മേജർ കാര്യങ്ങളിലേക്ക് പോകും. പക്ഷേ നമ്മൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീൽ സിലിണ്ടർ മാറ്റി ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം, 2 സൈഡും, ബാക്കിലത്തെ 2 സൈഡും. പിന്നെ അടുത്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്മോക്കിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ സ്മോക്കിൻ്റെ ഒരു കേസ് നമുക്ക് ഫർദർ ഡയഗ്നോസ് വേണ്ടി വരും. കസ്റ്റമർ എന്നിരുന്നാലും നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു, ഇതൊരു ബാക്ക് കംപ്രഷൻ്റെ ഇഷ്യൂ ചെറുതായിട്ട് പുള്ളി പറഞ്ഞിരുന്നു. അപ്പോൾ അതൊരു പക്ഷേ PC ഫിൽറ്ററിൻ്റെ പ്രോബ്ലംസും കൊണ്ട് വന്നേക്കാൻ സാധ്യതയുണ്ട്. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിരുന്നാലും മെയിനായിട്ടുള്ള 2 കൺസേൺ നമ്മളിവിടെ സോൾവ് ആക്കി കഴിഞ്ഞു. ഒന്ന് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, മറ്റൊന്ന് വലിയ കുറവ്. അപ്പോൾ ആ 2 പ്രോബ്ലംസ് നമ്മളിവിടെ സോൾവ് ആക്കി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും.